ഹായ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൈത്തണിലെ ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് പൈത്തൺ ഉപയോഗിക്കുമ്പോൾ പല പാക്കേജുകളും മറ്റുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത്ര ശരിയാവില്ല. കാര്യം ഇപ്പോൾ വേറൊരാൾക്ക് ആ പ്രോഗ്രാം കൊടുക്കണം, ആ പ്രൊജക്റ്റ് വേറെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ അവർക്ക് മൊത്തം ആദ്യം ബോധ്യം ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് അത്ര നല്ലൊരു പ്രവണതയല്ലല്ലോ. നമുക്ക് മൊത്തം സെറ്റപ്പായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റിയല്ല ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് 2 ഓപ്ഷൻസാണ്. അത് ഒരെണ്ണം കുറച്ച് ബേസിക് ആയിട്ടുള്ളൊരു യൂസേജും അടുത്തത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസേജും. ഈ ബേസിക് ആയിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത് പൈത്തണിലെ വെർച്വൽ എൻവിറോൺമെൻറ്റും പിപ്പും requirements.txt വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കിവിടെ ആദ്യം ഒന്ന് ചെയ്ത് കാണാം. നമുക്ക് ആദ്യം ഒരു പ്രൊജക്റ്റ് ഡയറക്ടറി ഉണ്ടാക്കാം. എന്നിട്ട് ആ പ്രൊജക്റ്റ് ഡയറക്ടറീൻ്റെ ഉള്ളിലോട്ട് പോവുക. അവിടെ ആദ്യം നമ്മളൊരു requirements.txt എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് വേറൊരു ഈ സോഴ്സ് ഫയൽസൊക്കെ ഇടാൻ വേണ്ടി വേറൊരു ഡയറക്ടറി ഉണ്ടാക്കുക. ഇനി SRCയുടെ ഉള്ളിൽ നമുക്ക് ഒരു മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള main.py എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു പ്രൊജക്റ്റ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കവിടെ ഇത് കിട്ടി. requirements.txt ഇപ്പോൾ ഒന്നുമില്ല, കറൻ്റ്ലി main.pyയിലും ഒന്നുമില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഫങ്ഷൻ എഴുതി വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലൊരു പാക്കേജ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ python -venv അതൊരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ വെർച്വൽ എൻവിറോൺമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് .venv/bin/activate എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളൊരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. പ്രൊജക്റ്റിൻ്റെ പേര് ഹലോ വേൾഡ്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് നിങ്ങളുടെ ടെർമിനലിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരും. നോർമലി ഒന്നല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എഴുതി കാണിക്കും, അല്ലെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ venv ബ്രാക്കറ്റിൽ എഴുതി കാണിക്കും വെർച്വൽ എൻവിറോൺമെൻറ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി നമ്മൾ പിപ്പ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം ഡയറക്റ്റ്ലി ഈ എൻവിറോൺമെൻറ്റിൻ്റെ ഉള്ളിലോട്ടാണ് പോവുക, നമ്മുടെ സിസ്റ്റത്തിലല്ല. നമ്മുടെ സിസ്റ്റത്തിന് പകരം സിസ്റ്റത്തിന് കോമൺ ആയിട്ട് പകരം ജസ്റ്റ് ഈ ഡയറക്ടറിയുടെ ഉള്ളിൽ മാത്രമാണ് ആ പുതിയ പാക്കേജസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഫാസ്റ്റ് API ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഫാസ്റ്റ് API പിപ്പ് വഴി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതാണ് കമാൻഡ്. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ അത് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയിക്കോളും. ഇപ്പോൾ VS കോഡ് ചോദിക്കുന്നത് ഇത് നമ്മളൊരു ന്യൂ വിർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യണമെന്നാണ്. അത് യെസ് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ അതിനുള്ള മാറ്റം കാണും. venvയിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് pip show fast API കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വേർഷനും കിട്ടും. ഇനി requirements.txt എന്ന് പറഞ്ഞ ഫയലുണ്ടല്ലോ, അതിൽ പോയി ഫാസ്റ്റ് API == ഇങ്ങനെ കൊടുത്തു വയ്ക്കുക. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ പാക്കേജും ഇങ്ങനെ ഈ requirements.txt ഇട്ട് വരികയാണ് നല്ലത്. ഇത് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇതിലൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഇവിടെ pip freeze ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ പാക്കേജസും requirements.txtയിലേക്ക് പോകും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് പുറമെ ചില പാക്കേജുകൾ അതിലേക്ക് പോകും. അതായത് ഇതിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാക്കേജസൊക്കെ ഇതിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പല ഇതുകളും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. 2 മെത്തേഡും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതിൽ ഒരെണ്ണം മാത്രമായിട്ട് ഇപ്പോൾ നമുക്ക് വേർഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഡിപ്പെൻഡൻസി ഒക്കെ നമുക്ക് നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജുകൾ മാനുവലായിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം വേർഷൻസ് മാറ്റാൻ സാധിക്കും. ഇതിപ്പോൾ പുതിയൊരു വേർഷൻ വേണം അല്ലെങ്കിൽ പഴയൊരു വേർഷനിലേക്ക് പോകണമെങ്കിൽ
ഇത് മാറ്റാൻ സാധിക്കും. പക്ഷേ ഇതിൽ മറ്റുള്ള ഇതുകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒരെണ്ണം മാത്രമായിട്ട് മാറ്റാൻ സാധിക്കില്ല. അത് നമ്മുടെ ഇൻസ്റ്റലേഷനെ പിപ്പ് ഇൻസ്റ്റലേഷനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ അത് മറ്റേ പഴയ പോലെ തന്നെ പോവാം. ഇനി നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തെന്ന് ചോദിച്ചോളൂ. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു കമാൻഡ് ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം അവർക്കൊരു കമാൻഡ് അടിച്ചാൽ മതി, pip install -r requirements.txt. അപ്പോൾ അതിലുള്ള എല്ലാ പാക്കേജസും അവരുടെ വെർച്വൽ എൻവയോൺമെൻറ്റിൽ ഇൻസ്റ്റാൾ ആയിക്കൊള്ളും. അപ്പോൾ ഇതാണ് പിപ്പും വെർച്വൽ എൻവയോൺമെൻറ്റും requirements.txt വെച്ചിട്ട് നമുക്ക് ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വേറൊരു വഴി എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് ഇടാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് പോയട്രി എന്ന് വെച്ചിട്ടുള്ള ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ടൂളെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ് മാത്രമൊന്നുമല്ല, പിപ്പ് പാക്കേജ് ഡയറക്ടറിയിലേക്ക് നമുക്ക് നമ്മുടെ പാക്കേജുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ ഇത് സഹായിക്കും. പക്ഷേ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ജസ്റ്റ് എങ്ങനെ നമ്മുടെ ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ് പോയട്രി വഴി ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പുതിയൊരു ഡയറക്ടറി ഉണ്ടാക്കാം. അതിനു മുന്നേ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വെർച്വൽ എൻവയോൺമെൻറ്റിലാണല്ലോ, അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. അതിന് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഉള്ളത് ഡീആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പോയത്. ഡീആക്ടിവേറ്റ് ആണ് അതിനുള്ള കമാൻഡ്. വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയി കിടക്കുന്ന വെർച്വൽ എൻവയോൺമെൻറ്റിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഇതാണ് കമാൻഡ് അടിക്കേണ്ടത്. നമുക്ക് ഒരെണ്ണം പിന്നോട്ട് പോയി, പോയട്രി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ, അത് ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ. ഇതിലെല്ലാത്തിനും പറ്റിയിട്ടുള്ള ലിനക്സ്, മാക് OS, വിൻഡോസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ഇൻസ്റ്റലേഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് പോയട്രിക്ക് തന്നെ ഒരു കമാൻഡ് ഉണ്ട്, പോയട്രി ന്യൂ ഹലോ പോയട്രി. ഇത് ജസ്റ്റ് നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് ഹലോ പോയട്രി എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഓൾറെഡി അത് ക്രിയേറ്റ് ആയെന്നാണ് കാണിക്കുന്നത്. ഹലോ പോയട്രിയുടെ ഉള്ളിൽ പോയിട്ട് കോഡ് തുറന്നാൽ മതി, അല്ലെങ്കിൽ മറ്റ് ഫയൽസൊക്കെ കാണുമ്പോൾ ആകെ കൺഫ്യൂഷനാകും. അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റും അങ്ങനെയുള്ളതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ടറിയാണ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. നമ്മുടെ സോഴ്സ് ഫയൽസൊക്കെ ഇതിനുള്ളിലാണ് പോവുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് py.project.toml എന്ന് പറഞ്ഞിട്ടുള്ള ഫയലാണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരിക. ഇത് പ്രൊജക്റ്റിൻ്റെ പേര്, ഇത് വേർഷൻ, ഇവിടെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമ്മുടെ പേരും ഇമെയിൽ ഐ ഡിയും കൊടുക്കാം. ഈ റീഡ്മീനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതേണ്ട ഒരു സ്ഥലമാണിത്, മാർക്ക് ഡൗൺ ഫോർമാറ്റിൽ. അത് കഴിഞ്ഞ് ഇവിടെ ഇത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് Python 3.11 അത് നമുക്ക് മാറ്റാവുന്നതാണ് വേണമെങ്കിൽ. അത് കഴിഞ്ഞ് റിക്വയർമെൻറ്റ്സ്, പോയട്രി കോർ ബിൽഡ് ബാക്ക് എൻഡ്, ഇത് ബിൽഡ് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനാണ്. ഇനി നമുക്ക് ഇതിൽ പുതിയ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കമാൻഡ് ഉണ്ട്, പോയട്രി ആഡ് ഫാസ്റ്റ് API. നമുക്ക് ഫാസ്റ്റ് API തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഇതിലും. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഈ പോയട്രിയും ബിഹൈൻഡ് ദ സ്ക്രീൻ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കും. അതിൽ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫാസ്റ്റ് API ഇവിടെ പ്രോജക്റ്റിൻ്റെ ഡിപ്പെൻഡൻസി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ വേറെ ആൾക്ക് ഇത് കൊടുക്കുമ്പോൾ ജസ്റ്റ് പോയട്രി ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ മതി. ഇതിപ്പോൾ കറൻ്റ്ലി ഒന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാനില്ലെന്ന് എഴുതി കാണിച്ചത്. അതിപ്പോൾ പുതിയത് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വേറെ ആളുടെ സിസ്റ്റത്തിലാണെങ്കിൽ അവരെല്ലാം ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ കമാൻഡ് കൊണ്ട് എല്ലാം ഇൻസ്റ്റാൾഡായി പൊക്കോളും. പോയട്രി ഷെൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ.
ഇനി നിങ്ങൾക്ക് വെർച്വൽ എൻവിറോൺമെൻറ്റ് പോയട്രി ഉണ്ടാക്കിയ വെർച്വൽ എൻവിറോൺമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ പോയട്രി ഷെൽ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് നമ്മുടെ പോയട്രി ഉണ്ടാക്കിയ വെർച്വൽ എൻവിറോൺമെൻ്റ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡീആക്ടിവേറ്റ് തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഡീആക്ടിവേറ്റ് ആയി മറ്റേതിൻ്റെ പോലെ തന്നെ, കാരണം ഇത് ബിഹൈൻഡ് ദി സ്ക്രീൻ വെർച്വൽ എൻവിറോൺമെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ കാണാമല്ലോ നമുക്ക്. അപ്പോൾ ഡിപെൻഡൻസി മാനേജ്മെൻറ്റ് യൂസിങ് പോയട്രി എന്നുള്ളത് ഇതാണ്. ഇതിപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഈ ഡോക്യുമെൻറ്റേഷൻസിൽ പോയി മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എന്നോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.